പലപ്പോഴും നമ്മുടെ ഈ മന്ത്രിമാരുടെ നേതാക്കളുടെയൊക്കെ ഇംഗ്ലീഷ് പലപ്പോഴും കോമഡി ആവാറുണ്ട്. ആഹ് പല ഇംഗ്ലീഷ് ചാനലുകളും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഇവർ മറുപടി പറയുമ്പോഴാണ് ഇത്തരത്തിൽ വരുന്നത്. നമുക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പോലും ചില അവസരങ്ങളിൽ പറഞ്ഞ ഇംഗ്ലീഷ് വാക്കുകൾ, അവർ വർഷങ്ങളോളം ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നിട്ട് പോലും ചില ഇംഗ്ലീഷുകൾ പലപ്പോഴും ബ്ലണ്ടറായി മാറാറുണ്ട്. അത് നമുക്ക് പലപ്പോഴും ഒരു തമാശയായി കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ വി എസ് സുനിൽകുമാറാണ് ഇത്തരത്തിൽ എ.എൻ.എയുടെ ചോദ്യങ്ങൾക്ക് ഇംഗ്ലീഷിൽ തപ്പിയതെന്ന് പറയുന്നത്. എന്താണ് തന്നെയാ സംഭവം? ആ. സുനിൽകുമാറിന്റെ ഇംഗ്ലീഷ് ரொம்ப നല്ലതാ ഇറക്കേ ഇറക്കേ എന്ന് വെച്ചാ ഈ ശിവകുട്ടിയോടും ആർ ബിന്ദുവിനോടും ഒക്കെ ഒരു മാപ്പ് പറയണം. കാരണം ഇതിലും ഭേദം അതാ എന്ന് തോന്നുന്നുണ്ട്. അംബേദ്കറുടെ ജന്മദിനത്തിൽ ഐ ആം സുനിൽകുമാർ, അംബേദ്കർ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ പറയുന്ന പൊട്ട ഇംഗ്ലീഷ് അത്രയും എടുക്കാനായിട്ട് കുറെ അന്തം കമ്മികള് ചുറ്റി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മളിവിടെ കുറച്ച് പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായി കാണിക്കുന്നുണ്ട്. ഇത് മറ്റൊരു ചാനലിൽ ഒരു അവതാരിക കൊണ്ടുവന്ന ഒരു വാർത്തയാണ്, അവർക്കാരും അയച്ചു കൊടുത്തതെന്നാണ് പറയുന്നത്. പക്ഷെ അത് കണ്ടപ്പോൾ നമുക്കും അത് നല്ല രസമായിട്ട് തോന്നി. എന്തുകൊണ്ടാണ് നമ്മൾ ആ വാർത്ത എടുത്ത് ചെയ്യുന്നത് എന്നുള്ളത്. Happy Ambedkar birthday. Again BJP come to power and they will make a religion country. സത്യത്തിൽ ഇപ്പോൾ നിങ്ങളൊക്കെ എല്ലാം തികഞ്ഞവരാണോ ഇവരെ അധിക്ഷേപിക്കാൻ, നിങ്ങൾ ഇംഗ്ലീഷിന്റെ വലിയ പണ്ഡിതന്മാരാണോ എന്നൊക്കെ ചോദിക്കുമല്ല. നമ്മളൊക്കെ മാധ്യമ പ്രവർത്തകരാണ്. മുറി ഇംഗ്ലീഷൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ മുറി ഇംഗ്ലീഷുകൾ വച്ച് പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ചാനലിൽ ജോലിക്ക് വിളിച്ചാൽ 100% എനിക്ക് പോകാൻ കഴിയില്ല എന്ന് 100% എനിക്ക് വിശ്വാസമുണ്ട്. കാരണം നമുക്ക് അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയാൻ അറിയില്ല. ഞാൻ BA മലയാളം കഴിഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് അറിയില്ല എന്ന് ചോദിച്ചാൽ ഒരു പരിധിയുണ്ട് നമുക്കൊക്കെ അതിന്. പക്ഷെ ഇവിടെ LLB എടുത്ത, PhD എടുത്ത, ഇംഗ്ലീഷിൽ PhD എടുത്ത, LLB എടുത്ത പിന്നെ മന്ത്രിമാരാണ് ഇവരൊക്കെ. ഇവരൊക്കെ പിന്നെ ലോക്സഭയിലെ രാജ്യസഭയിലും ഒക്കെ ചെന്ന് നിന്ന് ഈ നമ്മുടെ A.A. റഹീമൊക്കെ വാ തുറന്ന് സംസാരിക്കുന്നത് കേട്ട അമ്മച്ചിയാണ് ബിരുവണ്ണ നമ്മളൊക്കെ വിചാരിക്കും ഇംഗ്ലീഷ് ഭാഷ എഴുച്ചോടൂന്ന് വിചാരിക്കും. ഇവരുടെയൊക്കെ ഇംഗ്ലീഷ് കേട്ട അത്യാവശ്യം ഇവിടെ നിന്നൊക്കെ പറഞ്ഞു വിടുന്നവർക്ക് അത്യാവശ്യം ലെവലും ബോധമൊക്കെ വേണ്ടേ, എന്നാലല്ലേ കൗണ്ടർ അടിച്ച് നിൽക്കാൻ പറ്റൂ. ഇപ്പൊ സുരേഷ് ഗോപിയൊക്കെ ഇംഗ്ലീഷ് പറയുമ്പോ അതിന് കൗണ്ടർ അടിച്ച് നിൽക്കണമെങ്കിൽ അത്യാവശ്യം ഇവർക്ക് വിവരവും വിദ്യാഭ്യാസവും വേണ്ടേ. കുറെ പേരൊക്കെ ഉണ്ട്. ഞാൻ പറയാം, ഇപ്പൊ ഈ ജോൺ ബ്രിട്ടാസ് MP-യും അതോടൊപ്പം തന്നെ MA ബേബി അടക്കമുള്ള തോമസ് ഐസക്, NK പ്രേമേന്ദ്രൻ, അങ്ങനെ ഒരുപാട് പേര് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു. BJP-യിൽ എടുത്ത് പരിശോധിച്ചാൽ V മുരളീധരൻ 8ഓളം ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളാണ്. അതോടൊപ്പം തന്നെ സുരേന്ദ്രന് മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളാണ്. രമേശ് ചെന്നിത്തല ഹിന്ദി നന്നായി കൈകാര്യം ചെയ്യും. ഹിന്ദി, ഇംഗ്ലീഷ് കുറച്ച്. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കൂടെ ഡൽഹിയിൽ ഒരു ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ, ഹൈക്കമാൻഡിൽ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല കാര്യം സാധിച്ചു വരും. എന്തുകൊണ്ടെന്നറിയോ? ഉമ്മൻചാണ്ടിക്ക് ഹിന്ദി അറിയത്തില്ല. രമേശ് ചെന്നിത്തല അതിവിദഗ്ധമായി ഹിന്ദിയിൽ സംസാരിച്ച് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പാട്ടിലാക്കി തിരിച്ചു വരുമ്പോൾ പോയ കാര്യം സാധിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. അപ്പൊ സിനിമകളിലൊക്കെ പറയുന്നത് പോലെ ഞാനാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് നീ പറയാന്ന് പറയാന്ന് പറഞ്ഞിട്ട് ചെന്നിത്തല എനിക്ക് ഹിന്ദി വലുതായിട്ട് അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ ട്രോള് വാങ്ങുന്നില്ല. അതുപോലെ വർക്കല രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു MP ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം പാർലമെന്റിൽ ഇതുപോലെ വർക്കലയ്ക്ക് ഏതോ ഒരു ട്രെയിനിന് സ്റ്റോപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ ഈ വർക്കല രാധാകൃഷ്ണൻ കേൾവിക്കുറവുള്ള ആളാണ്. അപ്പം പാർലമെന്റിൽ വർക്കലയിൽ സ്റ്റോപ്പ് അനുവദിക്കണം, ഇന്ന ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ഭയങ്കരമായിട്ട് ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് സ്പീക്കർ പറഞ്ഞ് സ്റ്റോപ്പ് വർക്കല എന്ന് പറഞ്ഞു. അതായത് നിർത്താനാണ്, ഈ സംസാരം നിർത്താനാണ് പറഞ്ഞത്. അപ്പോൾ വർക്കലയ്ക്ക് സ്റ്റോപ്പ് അനുവദിച്ചെന്ന് പറഞ്ഞ് വളരെ ആഹ്ലാദത്തോടുകൂടി എല്ലാവരോടും പാർലമെന്റിൽ സംസാരിച്ചൊരു രസകരമായ വർക്കലയ്ക്ക് സ്റ്റോപ്പ് കിട്ടി എന്ന് പറയുന്ന പോലെ ഒരുപാട് രസകരമായ അനുഭവങ്ങൾ. നമ്മുടെ A.A. റഹീം ഛത്തീസ്ഗഡില് മറ്റേ കന്യാസ്ത്രീകൾ നിൽക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ ചെന്നിട്ട് ഈ ഹിന്ദി സംസാരിക്കാനോട് വൃദ്ധാക്കാരായിട്ട് പറയുന്നുണ്ട് ദിസ് ലേഡി ടോക്കിംഗ് ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാട് രസകരമായ അനുഭവങ്ങളുണ്ട്. ഒരിക്കൽ ഇതുപോലൊരു കേന്ദ്രമന്ത്രി അവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ മാധ്യമപ്രവർത്തകരെല്ലാം അദ്ദേഹത്തിൻ്റെ വെങ്കയ്യ നായിഡു ആണെന്ന് തോന്നുന്നു. വെങ്കയ്യ നായിഡു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷൻ എല്ലാവരും കവർ ചെയ്ത് കഴിയുമ്പോൾ അന്നത്തെ എന്തോ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവവികാസവുമായി ബന്ധപ്പെട്ട് ഒരു ബൈറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ക്യാമറമാന്മാരെല്ലാം കൂടെ പെട്ടെന്ന് ചെന്ന് ഇദ്ദേഹം വരുന്ന കാറിൻ്റെ അടുത്ത് ക്യാമറ സെറ്റ് ചെയ്ത് മൈക്കും സെറ്റ് ചെയ്ത്, അപ്പോൾ റിപ്പോർട്ടർമാർക്ക് അതിനകത്തുനിന്ന് പെട്ടെന്ന് ഓടി ഇറങ്ങി വരാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് വെങ്കയ്യ നായിഡു അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക്
വാട്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ചോദിച്ചു. അപ്പം റിപ്പോർട്ടർമാരും ഇല്ല, ആകെ ഉള്ളത് ക്യാമറമാരാണ്. അപ്പോഴത്തേക്ക് എന്താണ് വാട്ട് എന്ന് അദ്ദേഹം ചോദിച്ചു. അതിന് സ്പീക്ക് സാർ സ്പീക്ക്, ഏതോ ഒരു ക്യാമറമാൻ പറഞ്ഞു സ്പീക്ക് സാർ, വാട്ട് സ്പീക്ക് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് റിപ്പോർട്ടർമാരെല്ലാം ഓടിയെത്തി അത് പിന്നെ കൈകാര്യം ചെയ്തു. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള ഒരുപാട് രസകരമായ സംഭവങ്ങൾ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രവർത്തകർക്ക് തെറ്റി പറ്റാം. നമ്മളത് പിന്നെ ഇപ്പൊ ക്യാമറാമാന്മാരെല്ലാം ഉന്നത വിദ്യാഭ്യാസ ഈ വലിയ ചർച്ചകൾ നടത്തുന്ന പോലും ഇപ്പൊ നമ്മൾ പേരെടുത്ത് പറയുന്നില്ല, ഏഷ്യാന്റെ അടക്കമുള്ള വലിയ ചാനലുകളിൽ ഡിബേറ്റ് അവതരിപ്പിക്കുന്നവർ പോലും ഒരു ഇംഗ്ലീഷിൽ ഒരു ഗസ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാകും, പിന്നെ ഇംഗ്ലീഷിൽ തെറ്റ് പറ്റുമെന്ന് തപ്പിയിട്ടാകാം, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആകില്ല. പക്ഷെ അതൊക്കെ നമ്മൾ റിക്കവർ ചെയ്തെടുക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് പൊളിറ്റീഷ്യന്മാരാകുമ്പോൾ അത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കരുണാകരനും വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും ഒക്കെ അത്തരത്തിൽ വളരെ ശ്രദ്ധിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങൾ. ഇപ്പോൾ ഒരുപക്ഷെ അവർ ചോദ്യം ചോദിച്ചാലും പറഞ്ഞ് ബ്ലണ്ടർ ആവുന്നതിനേക്കാൾ അത് നേരത്തെ എഴുതി കൊടുക്കും. ഒരിക്കൽ പി സി ജോർജ് ഒരുപാട് കഷ്ടപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. പി സി ജോർജ് അപ്പൊ അത്തരത്തിലൊക്കെ ഒരുപാട് രസകരമായ സംഭവങ്ങൾ പല ഉണ്ട്. നമ്മളൊരു പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇത് അറിഞ്ഞിരിക്കണം, ഈ ഇംഗ്ലീഷ് എന്തായാലും അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഒരു പ്രത്യേകത. അത് പഠിച്ചിരിക്കണം ശരിക്കും പറഞ്ഞാൽ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നസെന്റിനെയൊക്കെ പോലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവർ പൊളിറ്റീഷ്യന്മാരല്ല, വിദ്യാഭ്യാസം കുറവുള്ള, പാർലമെന്റ് കൃത്യമായിട്ട് മലയാളത്തിൽ സംസാരിക്കും, പക്ഷെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ അവിടെ ആളുണ്ട്. ആ രീതിയിൽ ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു അത്യാവശ്യം കേരളത്തെ ഒരു ജനസമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു നേതാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചിരിക്കണം. തീർച്ചയായിട്ടും ഈ നമ്മൾ പറയുന്നത് ഇവരെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ പറയുന്നതല്ല. ഈ നമ്മൾ പറയുന്നത് ഇവർ LLB എടുത്തവരാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു എന്ന് പറയുന്നത് PhD എടുത്ത ഒരു സ്ത്രീയാണ് അവര്. അത് മാത്രമല്ല അവർ എത്രയോ വർഷക്കാലം കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു. ഇവർ പഠിപ്പിച്ച പിള്ളേരുടെ ഒക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താണ് ഇവര് ഇനി ഒരു തവണ തെറ്റുമ്പോൾ നമുക്ക് വിചാരിക്കാം അത് മാനുഷികമായ തെറ്റാണെന്ന്. പല തവണ തെറ്റുമ്പോ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ അറിയില്ല എങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. സിനിമാ നടന്മാരെങ്ങനെയാണ്, പല നടന്മാരും ഇപ്പൊ പേരെടുത്ത് പറഞ്ഞ ഇവരൊക്കെ ഇനി ഇവരുടെ ആരാധകരൊക്കെ താഴെ വന്ന് ഈ തെറി വിളിക്കും. മമ്മൂട്ടി, മോഹൻലാല്, പൃഥ്വിരാജൊക്കെ നല്ല രീതിയിൽ, മഞ്ജു വാര്യർക്ക് ഇംഗ്ലീഷ് പറയുന്നത് കേട്ടാ നമ്മള് ഇങ്ങനെ അന്തം വിട്ടു നിന്നു. അവരൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ്. മോഹൻലാലും അധികമായിട്ട് സംസാരിക്കില്ലെന്ന് തോന്നുന്നു ഇംഗ്ലീഷ്. മമ്മൂട്ടിയും സുരേഷ് ഗോപിയാണ് ഏറ്റവും. പൃഥ്വിരാജിന്റെ ഭാര്യ തന്നെ പറഞ്ഞല്ലോ, സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന എന്റെ ഭർത്താവ് മാത്രമാണെന്നൊക്കെ പറഞ്ഞു അവന്റെ ട്രോളായല്ലോ. അപ്പൊ അതുകൊണ്ട് പൃഥ്വിരാജ് നന്നായിട്ട്, കാരണം പൃഥ്വിരാജ് പഠിച്ചതൊക്കെ പുറത്തും ഒക്കെ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് പൃഥ്വിരാജ് നന്നായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്, എന്നിട്ടും അദ്ദേഹം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലേ, അതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. വിഷയത്തിൽ നല്ല നോളജും ഉണ്ടല്ലോ, എല്ലാം ഒരു എൻസൈക്ലോപീഡിയാണ്. അപ്പൊ അത്തരത്തിൽ പൃഥ്വിരാജ് ഇപ്പൊ ഇപ്പൊ എനിക്ക് ഞാൻ ഈ അടുത്ത കണ്ട ഒരു ട്രോളില് ഇപ്പോ നമ്മുടെ പ്രശ്നങ്ങളിലൊക്കെ പെട്ടുകിടക്കുന്ന ഒരു നടന്റെ അടുത്ത് ഇംഗ്ലീഷിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം നിന്ന് അതുപോലെ തന്നെ അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട ഒരു നടിയും നിന്ന് ഇങ്ങനെ സാരിയെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴും മേക്കപ്പിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴും നിന്ന് ചിലപ്പോൾ നമ്മളും ആ സാഹചര്യത്തിൽ അങ്ങനെ ആയിരിക്കാം, നാട്ടുമ്പുറത്തുനിന്ന് വരുന്നത്, വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തത്. തീർച്ചയായിട്ടും നമ്മളോടൊക്കെ അത്തരത്തിൽ ചോദിച്ചാൽ അവിടെ ഇവിടെയൊക്കെ തൊടാത്ത ഇംഗ്ലീഷ് പറയും. പക്ഷേ വിദ്യാഭ്യാസമുള്ളവരും ജനങ്ങളെ പിന്നെ എന്താ പറയുക നയിക്കേണ്ടവരും ജനങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ അറിയിക്കേണ്ടവരും, മലയാളത്തിൽ മാത്രമല്ലല്ലോ, ഇതങ്ങ് കേന്ദ്രത്തിലും എത്തണ്ടേ. അപ്പൊ ഇതൊക്കെ അറിയിക്കേണ്ടവർക്ക് മുറി ഇംഗ്ലീഷ് പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ I am the sorry.